നമസ്കാരം. ഓരോ രാജ്യങ്ങളുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ചായിരിക്കും ആ രാജ്യത്തിൻ്റെ പ്രതിരോധ ബഡ്ജറ്റ്. അതായത് ഓരോ രാജ്യത്തിനും സ്വയം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പട്ടാളവും മറ്റ് ആയുധങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ വലുതും ചെറുതുമായ രാജ്യങ്ങൾക്കെല്ലാം തന്നെ സ്വന്തമായി സൈന്യവും അതുമായി ബന്ധപ്പെട്ട ഉപകരണ ശേഖരവും ഒക്കെയുണ്ട്. ഇത് ഉൾപ്പെടുന്നതാണ് ആ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല. ഓരോ രാജ്യവും അതിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക്, അതായത് ഈ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ പ്രതിരോധ മേഖലയിലേക്ക് ചെറുതല്ലാത്ത ഒരു തുക നീക്കിവെക്കാറുണ്ട്. ആ തുകയിലാണ് ആ രാജ്യത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ എന്നത്. വൻകിട രാജ്യങ്ങൾ, അമേരിക്കയും ചൈനയും പോലെയുള്ള വൻകിട രാജ്യങ്ങളെല്ലാം തന്നെ വലിയ പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യങ്ങളാണ്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ വൻതോതിൽ ആയുധമുണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെ തീർച്ചയായും ആയുധ നിർമ്മാണവും ആയുധ വിൽപ്പനയും ഒക്കെയുണ്ട്, ആയുധ കയറ്റുമതിയും ഒക്കെയുണ്ട്. മറ്റു പല ചെറിയ രാജ്യങ്ങളും ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യയും അതേ ഗണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യ അവർക്കാവശ്യമായ ആയുധങ്ങൾ ഇപ്പോൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്തിന് മിസൈലുകളടക്കമുള്ള ആയുധങ്ങൾ നിർമ്മിച്ച് നൽകുന്ന അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഓരോ രാജ്യത്തിനും അവരവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ പ്രതിരോധ ബഡ്ജറ്റ്. എന്നാൽ സാമ്പത്തിക ശേഷിയുമായി ഒട്ടും ഒത്തുപോകാത്ത പ്രതിരോധ ബഡ്ജറ്റുള്ള ചില രാജ്യങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് പാകിസ്ഥാൻ. ഇപ്പോഴിതാ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2025-2026 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ ബഡ്ജറ്റിൽ 18% വർധനവ് വരുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ, പ്രതിരോധ വിദഗ്ധരെയും സാമ്പത്തിക വിദഗ്ധരെയും എല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. കാരണം തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂർ ഒരു 4 ദിവസത്തെ യുദ്ധമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുണ്ട്. എന്നാൽ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി 18% പ്രതിരോധ ബഡ്ജറ്റിൽ വരുത്തണമെങ്കിൽ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായും ഒരു സ്റ്റേബിൾ അവസ്ഥയിലായിരിക്കണം. അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ പറയുന്ന സാമ്പത്തിക വിദഗ്ധരെയും പ്രതിരോധ വിദഗ്ധരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതായത് പാകിസ്ഥാനിൽ വിലക്കയറ്റം അത് അതിരൂക്ഷമാണ്. 40% പാകിസ്ഥാനിൽ പണപ്പെരുപ്പം. ഇന്ത്യയിൽ അത് 4 മുതൽ 5% വരെയാണ് എന്നോർക്കണം. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ നിലനിൽക്കുന്നത് IMFും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര ഏജൻസികളും നൽകുന്ന ധനസഹായത്തോടു കൂടിയാണ്. ഈ അടുത്ത കാലത്താണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പാകിസ്ഥാൻ ഏതാണ്ട് $2 ബില്യൺ, ഏതാണ്ട് 20,000 കോടി രൂപ ഇപ്പോൾ പാകിസ്ഥാന് IMF അതിൻ്റെ 2ാം ഗഡുവായി, IMFിൻ്റെ ഒരു ബെയിൽ ഔട്ട് പാക്കേജിൻ്റെ 2ാം ഗഡുവായി നൽകിയിരിക്കുന്നത്. ഏതാണ്ട് $3.5 ബില്യൺ IMF പാകിസ്ഥാന് നൽകാം എന്നേറ്റിരുന്നത് ഈ പദ്ധതി പ്രകാരം. അങ്ങനെയുള്ള ആ പദ്ധതിയുടെ 2ാം ഗഡു വിതരണം ചെയ്തപ്പോൾ തന്നെ ഇന്ത്യ ശക്തമായ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ ഈ പ്രതിരോധ ബഡ്ജറ്റ് വഴി പോകുന്ന പണമെല്ലാം ഈ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദി സംഘടനകൾക്കാണ്. ലഷ്കറിനും ഹിസ്ബുൾ മുജാഹിദിനും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനുമൊക്കെയാണ് ഈ ഫണ്ടിങ് പോകുന്നത്. പാകിസ്ഥാൻ്റെ പ്രതിരോധ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്നതെല്ലാം പാകിസ്ഥാൻ്റെ ചാര ഏജൻസിയായ ISIയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പട്ടാളവുമാണ്. ഇവരുടെ കയ്യിലേക്ക് എത്തുന്ന തുക ഭീകരവാദ സംഘടനകളിലേക്ക് എത്തുന്നു എന്നാണ് ഇന്ത്യ അന്ന് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴിതാ ഈ ധനസഹായം ലഭിച്ച ഉടനെ തന്നെ പാകിസ്ഥാൻ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും ഇന്ത്യയുടെ വാദങ്ങൾക്ക് അംഗീകാരം നൽകുന്നതാണ്. പാകിസ്ഥാന് ധനസഹായം നൽകിയിട്ടുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാനെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ്. എന്തായാലും പ്രതിരോധ ബഡ്ജറ്റ് ഉയർത്തിയിരിക്കുന്നു. പ്രതിരോധ ബഡ്ജറ്റിലൂടെ പോവുക ഭീകര സംഘടനകൾക്കായിരിക്കും പണം. ഇതിന് ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ ഇന്ത്യയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യയെ നമുക്ക് ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന സൈനിക നടപടികൾ, ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് തന്നെ ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അകത്തുള്ള, പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുമായിട്ടുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർന്നിരുന്നു. ആ ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആ പോരാട്ടം ഭീകരർക്കെതിരെ ആയിരുന്നു. പാകിസ്ഥാൻ ഇത് ഏറ്റുപിടിച്ച് തിരിച്ചടിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ അന്ന് തന്നെ പറഞ്ഞിരുന്നതായിരുന്നു. ഈ മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചതും തീവ്രവാദികളുടെ ഈ പ്രശ്നം ഏറ്റെടുത്തതും. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ആക്രമണം ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നടത്തേണ്ടി വന്നു. തുടർന്ന് ഈ ആക്രമണം
താങ്ങാനാകാതെയാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിനായി ഇന്ത്യയുടെ മുന്നിൽ വരികയും അത് പിന്നീട് അനുവദിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ 4 ദിവസത്തെ യുദ്ധം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് വലിയ ഭീഷണിയാണ് എന്നും അതുകൊണ്ട് തന്നെ പ്രതിരോധ ബഡ്ജറ്റ് ഉയർത്തണമെന്നും ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണകൂടം പറയുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. കാരണം സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ്, തൊഴിലില്ലായ്മ അതീവ ഗുരുതരമാണ്, പണപ്പെരുപ്പം വർദ്ധിക്കുന്നുണ്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തോക്കും ബോംബും അണുബോംബും ഒക്കെ ഉണ്ടാക്കാനായി ഇത്രയധികം കോടി രൂപ നീക്കി വയ്ക്കേണ്ടതില്ല എന്ന് പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികളും ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഒരു രാജ്യം ഇങ്ങനെ സ്വന്തം സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ പ്രതിരോധ ബഡ്ജറ്റ് കൂട്ടിയാൽ ഒരു തകർന്നടിയുന്ന സമ്പദ് വ്യവസ്ഥയായി ആ രാജ്യം മാറും എന്ന് പലതരത്തിലുള്ള വിദഗ്ധരും, അതായത് പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രതിരോധ ബഡ്ജറ്റ് ഉയർത്തിയിട്ടും കാര്യമില്ല. കാരണം ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ 9 മടങ്ങാണ് ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വർധനവ് വരുത്തിയാലും ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയുമായി സംഘർഷം ഒഴിവാക്കിയാൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി പോലും ഇല്ലാതാക്കി പാകിസ്ഥാന് മുന്നേറാൻ സാധിക്കും. പക്ഷേ അത് ഒഴിവാക്കാതെ കൂടുതൽ സംഘർഷത്തിലേക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്. പ്രതിരോധ ബഡ്ജറ്റ് ഉയർത്തിയ നടപടി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ വിദഗ്ധർ എല്ലാം തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നത് വിപരീത ബുദ്ധിയാണ്, അത് വിനാശകാലത്താണ് ഉണ്ടാവുക എന്ന ഒരു ഉപദേശമാണ് പാകിസ്ഥാന് ഇപ്പോൾ ഇവർ നൽകി വരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.